നമസ്കാരം. വെളുത്ത തുടുത്ത ആ ചിരി കണ്ട് ആരും വീഴരുത്. ഉള്ളിലൊന്നാന്തരം ചെകുത്താനാണത്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി എം മണിയുടെ പ്രസംഗം. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന നയവഞ്ചകനാണ് വി ഡി സതീശനെന്നും മുൻ ഇടത് സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ തകർക്കാൻ ശ്രമമെന്നും മൂന്നാറിൽ മണിയുടെ പ്രസംഗം വിവാദമാകുന്നു. കേരള രാഷ്ട്രീയത്തിന് വീണ്ടും ഒരു വാക്പോരിന് വഴിമരുന്നിട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി മുൻമന്ത്രിയും മുതിർന്ന CPI നേതാവുമായ എം മണി രംഗത്തെത്തിയിരിക്കുകയാണ്. മൂന്നാറിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് തന്റെ പതിവ് ശൈലിയിലുള്ള കടുത്ത പ്രയോഗങ്ങളിലൂടെ മുഖ്യമന്ത്രി എം മണി കടന്നാക്രമിച്ചത്. കാഴ്ചയിൽ അതീവ സുന്ദരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ചെകുത്താന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളതെന്നും ചിരിച്ചുകൊണ്ട് ആളുകളുടെ കഴുത്തറക്കുന്ന ഒന്നാന്തരം തട്ടിപ്പുകാരനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ടെന്നും മണി തുറന്നടിച്ചു. അപ്രായോഗികമായ വാഗ്ദാനങ്ങളും വഞ്ചനയും നിറഞ്ഞ തട്ടിപ്പുകളും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാണ് വി ഡി സതീശൻ അധികാരം പിടിച്ചെടുത്തതെന്നും ഇത്രയും വലിയൊരു നയവഞ്ചകനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടാൻ വേണ്ടി ഊട്ടിപ്പാലം കടത്തിത്തരാമെന്ന് പറയുന്നത് പോലുള്ള തരം താണ തട്ടിപ്പ് വിദ്യകളാണ് അദ്ദേഹം ഇപ്പോഴും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നതെന്നും മണി പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ ശരീരത്തെയും നിറത്തെയും ചിരിയെയും ഒക്കെ മുൻനിർത്തിയായിരുന്നു എം മണിയുടെ മിക്ക അധിക്ഷേപ പരാമർശങ്ങളും. മനോഹരമായി നന്നായി ചിരിക്കുന്ന, കാണാൻ നല്ല വെളുത്ത നിറമുള്ള ഒരാളാണ് വി ഡി സതീശൻ. ആ വെളുത്ത ചിരി കണ്ടാൽ ആരും പെട്ടെന്ന് വീണുപോകും. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ ചതിക്കുഴികളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. സംസ്ഥാന ഭരണം കൈയാളുന്ന മുഖ്യമന്ത്രി ഒന്നാന്തരം നയവഞ്ചകനും തട്ടിപ്പുകാരനുമാണെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും മണി ആവശ്യപ്പെട്ടു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും മുൻപ് കേരളം ഭരിച്ച VS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ സാധാരണക്കാർക്കായി നടപ്പിലാക്കിയ മാതൃകാപരമായ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളെയും പാർപ്പിട പദ്ധതികളെയും പെൻഷനുകളെയും എല്ലാം പൂർണ്ണമായും തകർക്കാനാണ് സതീശന്റെ സർക്കാർ ഇപ്പോൾ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് താങ്ങായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഇത്തരം ജനവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇടതുപക്ഷ ഗവൺമെന്റുകൾ കെട്ടിപ്പടുത്ത ജനക്ഷേമ പദ്ധതികളെ തകർക്കാൻ വി ഡി സതീശൻ സർക്കാർ നടത്തുന്ന എല്ലാവിധ ശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒന്നിച്ച് അണിനിരക്കണമെന്നും എം മണി ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്ത് വൻതോതിൽ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്തരം നയവഞ്ചകർക്കെതിരെ അതീവ ജാഗ്രത പാലിക്കേണ്ട വലിയൊരു ബാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇടതുപക്ഷം തയ്യാറാകില്ല. കണ്ടാൽ സുന്ദരനാണെങ്കിൽ പോലും ഉള്ളിൽ കടുത്ത വഞ്ചനയും ചെകുത്താന്റെ ചിന്താഗതികളും കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തുന്ന തട്ടിപ്പുകൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുമെന്നും അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എം മണി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് ലക്ഷ്യമിട്ടുള്ള മണിയുടെ ഈ വിവാദ പരാമർശങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ മുഖ്യമന്ത്രി പ്രതികരണമൊന്നും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല.